ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്നിങ്ങനെ പിച്ച് ചീന്തി ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ് കേട്ടോ. അതനുസരിച്ച് മറ്റ് ചേരുവകളുടെ എണ്ണം കുറച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞെടുത്താണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു ശകലം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ചു വെച്ചാൽ മതി, വെള്ളം കൂടി പോവണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ചെറു ചൂടായ ഓയിലിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു വശം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത്, ഇത് പൊടിഞ്ഞു പോകും. ഇപ്പം ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോൾ ഇതിവിടെ മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രെഡ് പക്കോടയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.